ഞാനിപ്പോൾ നിൽക്കുന്നത് ചേർത്തലയിലുള്ള വയലാറിലാണ്. ഇവിടെ വയലാർ സ്മാരക രക്തസാക്ഷി മന്ദിരത്തിന് മുന്നിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. നിങ്ങൾക്ക് ബാക്കിൽ ആ സ്റ്റാച്യു കാണാൻ കഴിയും. ആക്ച്വലി ഈ സ്ഥലത്താണ് 1946 ഒക്ടോബർ 20 മുതൽ 27 വരെ നീണ്ടു നിന്നിരുന്ന പുന്നപ്ര വയലാർ സമരത്തിൻ്റെ അവസാനം സംഭവിച്ചത്. 1946 ഒക്ടോബർ 27-നാണ് സർ CPM ആയിട്ടുള്ള സമരസേനാനികളുടെ ഒരു പോരാട്ടം ഉണ്ടായത്. അവരുടെ കയ്യിൽ തോക്കായിരുന്നു, ഇവരുടെ കയ്യിൽ ആ കാണുന്ന കുന്തമായിരുന്നു. അപ്പോൾ ആ യുദ്ധത്തിൽ കുറേ പേര് മരിച്ചു എന്നാണ് പറയുന്നത്. ഏകദേശം 100-ലധികം പേര് മരിച്ചു എന്നാണ് കണക്കുകൾ, എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല, പക്ഷേ 100-ലധികം പേര് മരിച്ചു എന്നാണ് പറയുന്നത്. അവരെയെല്ലാം ഈ പ്ലോട്ടിൽ തന്നെയുള്ള ഒരു കുളത്തിലാണ് മൂടിയതെന്നാണ് പറയപ്പെടുന്നത്. നിങ്ങൾക്ക് ആ ബാക്കിലൊരു വീട് കാണാൻ കഴിയുന്നില്ലേ, അതുവരെ പണ്ട് തോണി ഇങ്ങോട്ട് വന്നിരുന്നു എന്നാണ് പറയുന്നത്. എന്തായാലും ഇവിടെ ഇപ്പോൾ വരുമ്പോൾ എനിക്ക് ആ ഒരു എക്സ്പീരിയൻസ് വ്യത്യസ്തം തന്നെയാണ്. എങ്കിലും ഞാൻ പ്രതീക്ഷിച്ച പോലുള്ള വെടികൊണ്ട തെങ്ങുകളോ അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെടുന്ന അവശേഷിപ്പുകളൊന്നും ഇപ്പോൾ കാണാൻ കഴിയില്ല. ഇപ്പം നമുക്ക് ആ കണ്ട സ്റ്റാച്യുവും കൂടാതെ ബാക്കിൽ ആ കാണുന്ന ഒരു വാരാചരണ കമ്മിറ്റി ഓഫീസ് മാത്രമാണുള്ളത്. അപ്പോൾ നിങ്ങൾ ഈ വഴിക്ക് പോകുന്നുണ്ടെങ്കിൽ ഇവിടെ വരിക, ഈ സ്പേസൊക്കെ ഒന്ന് കാണുക, എക്സ്പീരിയൻസ് ചെയ്യുക. ഇവിടെ എല്ലാ വർഷവും ഒക്ടോബർ 27 തന്നെയാണ് ഈ പറഞ്ഞ രക്തസാക്ഷി സ്മാരക ദിനം നടത്താറുള്ളത്. അന്ന് വന്നു കഴിഞ്ഞാൽ എക്സ്പീരിയൻസ് വേറെ തന്നെയായിരിക്കും. ശരിക്കും ഞാനൊരു ട്രാവലിലായിരുന്നു, ആലപ്പുഴ ടു എറണാകുളം. അപ്പം ഈ ഒരു സ്പേസ് ഇവൻ്റെന്ന് അറിഞ്ഞപ്പോൾ ഇവിടെ കയറിയെന്നേ ഉള്ളൂ. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് അസ്.